വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ആർ ശ്രീലേഖയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിലുറച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മേയർ പദവി ലഭിക്കാത്ത സാഹചര്യത്തിൽ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം. ആശയക്കുഴപ്പത്തിലാണ് നിലവിൽ BJP. കെ മുരളീധരനാണ് UDF സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത. VK പ്രശാന്തിലൂടെ മണ്ഡലം നിലനിർത്താനാണ് LDFന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് VS അനു നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. അനു, ഗുഡ് മോർണിംഗ്. ഈ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ BJP നേതൃത്വം അല്ലെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ആർ ശ്രീലേഖയ്ക്ക് നിർദ്ദേശം നൽകുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് വട്ടിയൂർക്കാവിൽ അവകാശം അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് തനിക്ക് വേണമെന്ന നിലപാടിൽ കെ സുരേന്ദ്രൻ പ്രതികരണങ്ങൾ നടത്തിയത്. ഈ നിലവിലെ സാഹചര്യം BJPക്ക് എത്ര കണ്ട് നിർണായകമാണ് അനു? ഗുഡ് മോർണിംഗ് സേതു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലം മാറും എന്നുള്ളതാണ് നമുക്ക് ഈ വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഒന്നാമതായി നമുക്കറിയാം, ഈ സാധാരണ അത് ഒരു കോൺഗ്രസ് മണ്ഡലമായിരുന്ന വട്ടിയൂർക്കാവ്, കെ മുരളീധരൻ ജയിപ്പിച്ച വട്ടിയൂർക്കാവ്, അവിടേക്ക് VK പ്രശാന്ത് എന്ന് പറയുന്ന അന്നത്തെ മേയർ സ്ഥാനം അല്ലെങ്കിൽ തിരുവനന്തപുരം മേയറായിരുന്ന VK പ്രശാന്തിനെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ കൊണ്ടിറക്കുന്നു. അവിടെ നിന്ന് വലിയൊരു വിജയം VK പ്രശാന്ത് അവിടെ നിന്ന് നേടുകയും ചെയ്യുന്നു. മാത്രമല്ല, അതിനുശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് വീണ്ടും അവിടെ നിന്ന് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതായത് ആ മണ്ഡലത്തിൻ്റെ തന്നെ രാഷ്ട്രീയ സ്വഭാവം മാറ്റിക്കൊണ്ട് ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സാമുദായികമായി സാധാരണ നായർ വിഭാഗത്തിലുള്ളവർ ജയിച്ചുകൊണ്ടിരുന്ന വട്ടിയൂർക്കാവിൽ മറ്റൊരു വിഭാഗത്തിൽ നിന്നുള്ള VK പ്രശാന്ത് അവിടെ ജയിക്കുകയും വലിയ ഒരു ഭൂരിപക്ഷത്തോട് ജയിക്കുകയും വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആർ ശ്രീലേഖയും മേയർ സ്ഥാനാർത്ഥിയായി ഈ BJP കൊണ്ടുവരികയും പക്ഷെ പിന്നീട് മേയർ സ്ഥാനം അവർക്ക് നൽകാത്തൊരു സാഹചര്യവും ഉള്ളത്. അതോടുകൂടി ഈ മേയർ സ്ഥാനം നൽകാത്തതോടുകൂടി ആർ ശ്രീലേഖയോട് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം അത് പാർട്ടി നേതൃത്വം, അതായത് രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖയോട് നൽകിയതുമാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം ഏറെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറുന്നു. മാത്രമല്ല, UDF സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കാനൊരുങ്ങുന്നത് നേരത്തെ വട്ടിയൂർക്കാവ് MLA ആയ കെ മുരളീധരനാണ് ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത കൽപ്പിക്കുന്നത്, ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേർ തമ്മിലുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതേസമയം ഈ BJPയിൽ ആർ ശ്രീലേഖയാണോ കെ സുരേന്ദ്രനാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത്. ഇവിടെ ഈ പറയുന്ന ആർ ശ്രീലേഖയ്ക്ക് തന്നെ മത്സരിപ്പിക്കണം എന്നൊരു നിലപാട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. കാരണം നേരത്തെ അവർ മേയറാക്കാമെന്ന് പറഞ്ഞിട്ടെങ്കിലും അത് നടന്നില്ല. പിന്നീട് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറയുന്നു. അതും കൂടെ നടക്കാതെ വന്നാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയും ആഭ്യന്തര പ്രശ്നത്തിലേക്കും നീങ്ങും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിൽക്കുന്നവർ പറയുന്നത്. ഏതായിരുന്നാലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ കൂടി അവകാശവാദം ഉന്നയിക്കുമ്പോൾ BJPയിൽ വലിയ ആശയക്കുഴപ്പം തന്നെയാണ്.